വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു പെർഫെക്റ്റ് ടൈം നോക്കേണ്ട കാര്യമില്ല. നമുക്കെപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത് ആ ഒരു ടൈം നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെ ടൈം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫിറ്റ്നസ്സിൽ നമുക്ക് നല്ല രീതിയിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇന്നെൻ്റെ ഡേ 6 ആണ്. ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്നത് ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് സെക്ഷനാണ്. പ്രീവിയസ് വർക്കൗട്ട് സെക്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ ചെസ്റ്റിനകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രീവിയസ് വീക്കിൽ ഞാൻ ഇംഗ്ലീൻ ഡംബിൾ പ്രസ്സാണ് ഫോളോ ചെയ്തത്. പക്ഷേ ഇന്നാണെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ ഫ്ലാറ്റ് ഡംബിൾ പ്രസ് ഫോളോ ചെയ്തു. ഇവിടെ ഞാൻ ഫ്ലാറ്റ് ഡംബിൾ പ്രസ്സിൻ്റെ 3 സെറ്റാണ് ഫോളോ ചെയ്തത്. അതിനുശേഷം കേബിൾ ഫ്ലൈയുടെ 2 സെറ്റ് ഫോളോ ചെയ്തു. ചെസ്റ്റിന് വേണ്ടി ഈ 2 എക്സസൈസ് വേരിയേഷൻ മാത്രമാണ് ഫോളോ ചെയ്തത്. ഇതിനുശേഷം ട്രൈസെപ്സിനെ ടാർഗറ്റ് ചെയ്തു. ട്രൈസെപ്സിന് വേണ്ടി 3 എക്സസൈസ് വേരിയേഷൻ. ഫസ്റ്റാണ് കേബിളിൽ ഓവർഹെഡ് എക്സ്റ്റൻഷൻ, സെക്കൻഡാണ് കേബിൾ കിക്ക് ബാക്ക്, തേർഡ് എക്സസൈസ് ആണ് ബാർ പുഷ് ഡൗൺ. ഈ 3 എക്സസൈസിൻ്റെയും 2 സെറ്റ് വീതമാണ് ഞാൻ പെർഫോം ചെയ്തത്. ഇതോടെ ഇന്നത്തെ ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. നിങ്ങളും ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ ട്രെയിൻ ചെയ്യരുത്. മസിൽസിനെ ടാർഗറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സസൈസ് സെലക്ഷൻ ഫോളോ ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്കും ലോങ് ടൈമിൽ നല്ലൊരു മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു പേജിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ട്രെയിനിങ് സെക്ഷനിൽ കാണാം. ഇതേ രീതിയിൽ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ട്രെയിനിങ് സെക്ഷൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ ഡെയിലി സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ ഓരോന്നും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക.